ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫാൻ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എൻഫീൽഡിൻ്റെ കമ്പനിയുടെ മുമ്പിലാണ്. ഇന്നത്തെ വ്ളോഗ് തന്നെ ഒരു വണ്ടി സംബന്ധമായിട്ടുള്ള വ്ളോഗാണ്. ഏതായാലും എൻ്റെ കസിനൊരു വണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് വണ്ടി എന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ വ്ളോഗിലൂടെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ വണ്ടി വാങ്ങിക്കുന്നതിന് ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ നമ്മൾ അന്വേഷിക്കാൻ പോവാണ്. മോങ്ങത്ത് ആലിങ്ങപ്പറ്റയിലെ വണ്ടിയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ വണ്ടി വാങ്ങുന്ന ആളോടെ ഉണ്ട്. നമ്മളെ കസിനാണ്, രണ്ടുപേരും. ഇത് നമ്മൾ നബീല്, ഇവനാണ് നമ്മളെ വണ്ടി വാങ്ങുന്നത്. ഇന്നത്തെ എന്റെ പേര് നബീല്. നമ്മളൊരു റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് എടുക്കാൻ വിചാരിച്ചു. ഇവരൊക്കെ നമ്മുടെ നേരെ കസിൻസാണ്. നമുക്ക് ഏതായാലും വണ്ടി വാങ്ങുന്നതിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. നേരെ നമുക്ക് അങ്ങോട്ട് വിടാം. ഓക്കെ, സെറ്റ് യാത്ര. റോയൽ എൻഫീൽഡ് സ്വപ്നം കണ്ടിരിക്കുന്ന വേക്കില് നടക്കും നബിലെ, എന്തായാലും നടക്കും. നമുക്ക് എങ്കിലും നടക്കും, അല്ലെങ്കിൽ ഒന്നും നോക്കണ്ട. ഇതാണ് എന്റെ നാട്, പുല്ലാര. അപ്പൊ ഈ ഒരു ചാനലിന്റെ പേരും സഫാൻ പുല്ലാര എന്നാണ്. അപ്പൊ ചാനലിന്റെ പേര് എന്റെ നാടിന്റെ പേര് കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ഹോം ടൗണ് പുല്ലാര. ഇവിടുന്ന് നമ്മൾ നേരെ വെള്ളാമ്പ്ര പോകുന്നത്. വെള്ളാമ്പ്ര ആണ് നമുക്ക് നിയറസ്റ്റ് റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉള്ളത്. അവിടെ പോയിട്ട് അതിൽ വണ്ടിന്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം. ഇന്ന് വണ്ടി കിട്ടാൻ നമ്മൾ ഇന്നലെ അടുത്ത് പോകും അല്ലേ? ഒരു സെറ്റ് അല്ലേ? അത് സെറ്റാണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ട് കാണിക്കുന്നതാണ്. അപ്പോ അറിയില്ല, ജസ്റ്റ് ചെക്കനൊരു ആഗ്രഹം, നേരെ പോന്ന് വണ്ടി എടുക്കാന്ന് പറഞ്ഞു. അതാണ് ഇറങ്ങി തിരിച്ച് ബാക്കി നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ വെള്ളാമ്പ്രം ടൗണ്. ഇവിടെ നിന്ന് ഒരു 100-200 മീറ്റർ ഉണ്ടാവും. ഇത്രയും കൂടി നമ്മൾ നേരെ എൻഫീൽഡ് ഷോറൂം. അപ്പോൾ അങ്ങനെ ആലിങ്ങപ്പറ്റ ബുള്ളറ്റിന്റെ ഷോറൂമാണ് ബാക്ക് കാണുന്നത്. റോയൽ എൻഫീൽഡ് എന്ന് കേട്ടിട്ട് നമ്മളിവിടെ എത്തി. നമുക്ക് ഏതായാലും അകത്തേക്ക് പോയി നോക്കാം. പിന്നെ വണ്ടിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിനുണ്ട്. എവിടെ ഏണ് ഇതിന്റെ ഇതറിയോ? ഇവിടെ ഒരു എൻട്രൻസ് ഇവിടെ ഉണ്ട്. എൻട്രൻസിലേക്ക് പോവാം. അപ്പോ സാനിറ്റൈസർ ഉണ്ട്, സാനിറ്റൈസ് ചെയ്തോ. അതിന്റെ ഡോറെങ്ങനെ തുറന്ന എൻഫീൽഡ് ഷോറൂം, നമ്മളെ റോയൽ എൻഫീൽഡിന്റെ ഷോറൂം. ഫോട്ടോ ഇതാണ് ചെക്കൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വണ്ടി. എൻഫീൽഡ് ഈ കളറിന് വരുന്നുണ്ട്. ഇങ്ങനത്തെ കളർ വരുന്നുണ്ടോ? നിങ്ങൾ പേരെന്താ? സ്റ്റിക്കർ ചെയ്യുന്ന അതോ ഇങ്ങനെ വരുന്ന? ഇങ്ങനെ വരുന്നത് തന്നെയാണ്. പിന്നെ ഡ്യൂൽ ചാനൽ ABS ആണ്, അലോയിലാണ് വരുന്നത്. പിന്നെ എഞ്ചിൻ അടക്കം ബ്ലാക്ക് വരുന്ന മോഡലാണ്. പ്യുവർ ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലുണ്ട്, അതിലും എഞ്ചിൻ ബ്ലാക്ക് ആണ് വരുന്നത്. സിഗ്നൽസ് എന്ന് പറഞ്ഞ മോഡലുണ്ട്, അതിലും എഞ്ചിൻ ബ്ലാക്ക് ആണ് വരുന്നത്. 219 ഓൺറോഡ് പ്രൈസ് വരുന്നത്, രജിസ്ട്രേഷൻ അടക്കമുള്ള എമൗണ്ട് വരുന്നത്. അതിൽ ഇനിയിപ്പോൾ 2020 മോഡലിലേക്ക് വരുമ്പോൾ പ്രൈസ് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട് അല്ലേ? ഫുള്ള് ബുള്ളറ്റുകളാണ്. ഇപ്പം ബുള്ളറ്റിൻ്റെ ഷോറൂമാണ്. സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വണ്ടി ഇപ്പോൾ സ്റ്റോറിൽ സ്റ്റോക്കില്ല, അതുകൊണ്ട് കാണാനും വണ്ടിയില്ല. അതായത് ഫോട്ടോസൊക്കെ കണ്ട്, പക്ഷേ ബുക്കിംഗ് ഉണ്ട്, വണ്ടിക്ക് നല്ല ബുക്കിംഗ് ഉണ്ട്. ഇയർ അവസാനിക്കൊണ്ടും ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊരു വണ്ടി എത്ര പെട്ടെന്ന് കിട്ടുന്നുള്ള അവർ നോക്കിയിട്ട് പറഞ്ഞതാണ്. അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. വണ്ടി ഇറങ്ങിയിട്ടില്ല, ഡെലിവറി ആവുന്നുള്ളൂ. TP കൊടുക്കണം. സ്റ്റെൽറ്റ് ബ്ലാക്ക് എന്നാണ് നമ്മളെ ഒരു ഗ്രേഡിൻ്റെ കൊടുത്തിട്ടുള്ള കളറ്. മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വണ്ടി വരുന്നത്. അതേപോലെ തന്നെ ഒരു കാറ്റ് ലൈന് കൊടുക്കുന്നുണ്ട്, ബ്ലാക്ക് റെഡായിട്ട്. ക്ലാസിക്കും ഇത് തമ്മിലുള്ള മെയിൻ വ്യത്യാസം ചെയ്യുന്നതാണ് ഈ ഒരു അലോയാണ്. അലോയ് നമ്മൾ സാധാരണ നോർമൽ ക്ലാസിക്കിൽ ഉണ്ടാവില്ല, ഇതിൽ നമുക്ക് അലോയിൽ കിട്ടും. പിന്നെ അതുപോലെ തന്നെ മാറ്റ് ബ്ലാക്ക് വണ്ടി കയറാം. ഏതായാലും അപ്പം നമുക്ക് അടുത്തത് ഡെലിവറിക്ക് കാണാം. വണ്ടിയിൽ TP കിട്ടിയിട്ട് ഡെലിവറി ദിവസം കാണാം.
അപ്പോൾ നമ്മള് ഡെലിവറി ദിവസത്തിലേക്ക് എത്തിക്കാണ്. വണ്ടി നമ്മൾ എത്തിയിട്ടുണ്ട്, അതേപോലെ കസിൻസും അതെല്ലാവരും ഉണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. അപ്പൊ നമുക്ക് ഇനി ഡെലിവറി സെൻസറിന് കംപ്ലൈൻറ്റ് അങ്ങനെ എന്തെങ്കിലും കംപ്ലീറ്റ് ലൈറ്റ് ആണ്. പിന്നെ വണ്ടി സ്റ്റാർട്ട് അപ്പോൾ നമ്മളെ വണ്ടിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഡെലിവറി വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പറയുന്നിട്ട് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ഡെലിവറി? കുറെ കാലത്തൊരു ആഗ്രഹം ബുള്ളറ്റ് എടുക്കണമെന്ന്. അതാണ് നമ്മുടെ വണ്ടി വെൽറ്റ് ബ്ലാക്ക് കളർ അല്ലേ. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് നേരെ വീട്ടിലേക്ക് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് വയ്യേ കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ. വണ്ടി ഇറക്കി നോക്കുമ്പോൾ അതുപോലൊരു ഹെൽമെറ്റ് മാത്രം നമുക്ക് അതിനോടൊപ്പം കിട്ടുന്നത്. പിന്നെ അഡീഷണൽ ഫിറ്റിംഗ് ആണ് ക്രാഷ് കാർഡൊക്കെ വരുന്നത്. അപ്പോൾ ക്രാഷ് കാർഡ് വാങ്ങിക്കാനായിട്ട് ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കടൻ്റെ കൂടെ വിൻറ്റേജ് ഷോറൂം, നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം കഴിഞ്ഞ് കുറച്ച് ഇപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവൻ്റെ കയ്യിൽ നമുക്ക് ക്രാഷ് കാർഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ക്രാഷ് കാർഡ് നല്ലതാ പൈസ. ഇതാണ് ഇപ്പൊ നമ്മള് കണ്ടുവച്ച ക്രാഷ് കാർഡ്. ഇന്ന് എന്തൊക്കെയാണ് പ്രത്യേകത? ഇതിന്റെ റോപ്പ് ചുറ്റിയുള്ള ക്രാഷ് കാർഡ് നമ്മൾ നോക്കുന്നത്. എൻഫീൽഡ് ഷോറൂമിൽ ഈ മോഡൽ വരുന്നുണ്ടോ ക്രാഷ് കാർഡ്? ക്രാഷ് കാർഡ് റോപ്പ് ടിപ്പ് വരുന്നില്ല തോന്നുന്നു. ഷോറൂമിൽ ഇങ്ങനെ ക്രാഷ് കാർഡ് കൂടിയതാണ്. 800 മുതലാണ് സ്റ്റാർട്ടിങ്. ഏറ്റവും ക്വാളിറ്റി സാധനം 1800. 1800 ഇതിന്റെ റേറ്റ് വരുന്നത്. നമുക്കിത് വണ്ടിയിലേക്ക് കണക്ട് ചെയ്യാൻ അതൊന്ന് കുടിക്കി തരുന്നേ. കുറെ ടൈം എടുക്കും ഇതിന്. ഇപ്പൊ ശരിയാകും. നമുക്ക് അത് കുടിക്കിട്ട് പോകും. അതേപോലെ അവിടെ വാളില് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്, അവിടെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഷ് കാർഡ് ഫിറ്റ് ചെയ്തപ്പോൾ അവസ്ഥ. ഇപ്പോൾ ആണ് വണ്ടീൻ്റെ ഒരു ഭംഗി. ക്രാഷ് കാർഡ് കറക്റ്റ് നല്ല കയറൊക്കെ വെച്ച് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ റൈഡ് ചെയ്ത് തുടങ്ങാം.